ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രേണു സുധിയെക്കുറിച്ചാണ്. ലേറ്റസ്റ്റായിട്ട് റൂഹി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീ ഉണ്ടെങ്കിൽ രേണുവിനെതിരെ ഗുരുതരമായിട്ടൊരു ആരോപണമാണ് നടത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് രേണു ഉണ്ടെങ്കിൽ മറുപടി പറയണം, താനുണ്ടെങ്കിൽ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന കുറേയധികം രഹസ്യങ്ങൾ തുറന്നു പറയണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു റൂഹി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തൊക്കെ ആരോപണങ്ങളാണ് റൂഹി ഉണ്ടെങ്കിൽ രേണുവിനെതിരെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ലേറ്റസ്റ്റായിട്ട് രേണു ഉണ്ടെങ്കിൽ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തനിക്കെതിരെ വരുന്ന കമൻസിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് സംസാരിക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റൂഹി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെതിരെ ലേറ്റസ്റ്റായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുമുമ്പ് ഈ ഒരു റൂഹി എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ കുറച്ച് നാളൊക്കെ മുമ്പ് റിഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി എല്ലാവർക്കും അറിയാവുന്നതാണ്. വലിയൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ ആയിരുന്നു. മെഹനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ദുബായിൽ സെറ്റിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ റിഫ എന്ന് പറഞ്ഞ പെൺകുട്ടി മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആത്മഹത്യയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു പെൺകുട്ടി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു റിഫയുടെ ആത്മാവ് തൻ്റെ അടുത്ത് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പറഞ്ഞൊരു കാര്യം, ഈ ഒരു റിഫ ഏതൊക്കെ ലഹരിയുടെ മാഫിയയുടെ കയ്യിൽ പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ മറ്റ് കുറേയധികം ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇവരുടെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ ഇവരിൽ അകപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞ രണ്ട് പേരുകളാണ്, ഒന്ന് സജന നൂറും അതുപോലെ തന്നെ രേണു സുധി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അവരെ അകത്ത് പെട്ടിരിക്കുകയാണ്, അവരെ കയ്യിൽ പെട്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു വീഡിയോയിൽ വന്നിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് റിഫയുടെ ആത്മാവ് സംസാരിച്ചു, ഇതേ കണക്ക് ഏതൊക്കെയോ മാഫിയയുടെ കയ്യിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കത്തില്ല. എന്തെങ്കിലും ഇവർക്കൊക്കെ വട്ടാണോ എന്നുള്ള രീതിയിൽ മാത്രമേ ആൾക്കാരത് എടുക്കത്തുള്ളൂ. എന്തായാലും ആ സമയത്തുണ്ടെങ്കിൽ ഈ ഒരു സജിനയുടെ പേരും രേണു സുധിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഏതോ ഒരു മാഫിയയുടെ കയ്യിൽ ഇവർ പെട്ടിട്ടുണ്ട്, ഇവർക്ക് കുറേയധികം കാര്യങ്ങൾ അറിയാം എന്നുള്ളത്. എന്തായാലും ഇപ്പം ലേറ്റസ്റ്റായിട്ടിട്ട് ഈ ഒരു റൂഹി ഇട്ട വീഡിയോയിൽ രേണുവിനെതിരെ പറയുന്നത് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു രേണുവിന് ക്യാൻസറുണ്ട്. ക്യാൻസർ വന്നത് നന്നായി എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയത്തുള്ളൂ. എന്ന് പറഞ്ഞ് കുറേയധികം പേര് ഇപ്പോൾ എനിക്കെതിരെ നെഗറ്റീവൊക്കെ പറയാൻ വരാം. പക്ഷേ കാരണം നിങ്ങൾ അറിയണം, ഈ ഒരു രേണു സുധി ദുബായിൽ കുറേയധികം പ്രമോഷൻ അതുപോലെ തന്നെ ഇനാഗുറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു രേണു ഉണ്ടെങ്കിൽ ക്യാരിയറായിട്ടാണ് പോകുന്നത്. അവിടെ കുറേയധികം ലഹരി ആൾക്കാരുണ്ട്, അവർ മാഫിയയുടെ കയ്യിൽ ഈ ഒരു രേണു പെട്ടിരിക്കുകയാണ്. അവരുടെ കാര്യങ്ങളൊക്കെ ഈ ഒരു രേണുവിനെ അറിയാം. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു രേണു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നല്ല ഇപ്പം തനിയെ തന്നെ മാറുന്ന രീതിയിലാണ് ഈ ഒരു രോഗം വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ലെങ്കിൽ ഇതിലും വലിയൊരു കാര്യത്തിൽ ഈ ഒരു രേണു പെട്ടേനെ എന്നുള്ളൊരു കാര്യം കൂടി റൂഹി പറയുന്നുണ്ടായിരുന്നു. ഇതോടെ കുറേയധികം പേരുണ്ടെങ്കിൽ ഇപ്പം എനിക്കെതിരെ നെഗറ്റീവ് പറയാം, പക്ഷേ എനിക്ക് പറയാനുള്ളതെല്ലാം പറയണം. അതുകൊണ്ട് തന്നെ ഈ ഒരു രേണു സത്യസന്ധമായിട്ട് ഈ ഒരു സമയത്ത് എന്നെ തുറന്ന് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതും ആരൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പം തന്നെ പറയണം. എന്നാൽ മാത്രമേ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് രേണു ഇതിൽ പെടും എന്നുള്ളൊരു കാര്യം കൂടി റൂഹി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോക്കകത്ത് റിപ്പീറ്റായിട്ട് ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിന് തെളിവോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു റൂഹി തുറന്ന് പറയുന്നതോ അല്ലെങ്കിൽ കാണിക്കുന്നതൊന്നും തന്നെയില്ല. തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേണുവിനെതിരെ റൂഹി ഉണ്ടെങ്കിൽ സംസാരിക്കുന്നത്. എന്തെന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു രേണു നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല, കുറേയധികം പേര് ഇതിൻ്റെ പിന്നിലുണ്ട്. എന്തായാലും ഈ ഒരു ക്യാൻസർ വന്നതുകൊണ്ടാണ് ഇപ്പം വലിയ രീതിയിൽ പ്രശ്നങ്ങളാവാത്തത്. അല്ലായിരുന്നെങ്കിൽ ഇത് വലിയ രീതിയിൽ പ്രശ്നമായതിനെന്നും ഞാൻ ഈ ഒരു രേണുവിൻ്റെ മാനേജറായിട്ടുള്ള പെൺകുട്ടിയെ വിളിച്ചതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരിതിനെക്കുറിച്ച് വലിയ മൈൻഡോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് ഈ ഒരു വീഡിയോ രേണു കാണുവാണെങ്കിൽ പറയാനുള്ളത് എല്ലാം തുറന്ന് പറയണം. കുറേയധികം പേരെ ഹെൽപ്പ് ചെയ്യാനുണ്ട്, അവരെ രക്ഷിക്കാനുണ്ട് എന്നുള്ള രീതിയിലാണ് റൂഹി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ റൂഹി ഉണ്ടെങ്കിൽ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും വെക്കാത്തതുകൊണ്ട് നമുക്കിതിനെപ്പറ്റി വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. ഒരാൾ എന്തെങ്കിലും വന്ന് രേണുവിനെതിരെ ആരോപണം നടത്തിയെന്ന് പറഞ്ഞിട്ട് നമുക്കതെങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ സജിന നൂറിൻ്റെ കാര്യം ഇതിന് മുമ്പ് 3 മാസങ്ങൾക്ക് മുമ്പ് എന്തോ റിഫയുടെ ഒരു ഇഷ്യൂ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം ലേറ്റസ്റ്റായിട്ട് സജിനെ പറ്റി കുറേയധികം ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് സജിന വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യം, താൻ ദുബായിൽ തൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ച ഒരു വ്യക്തിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് തന്നെ വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല ലഹരിയിൽ മാഫിയയുടെ കയ്യിൽ പെടുത്താൻ വരെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ താനിപ്പോൾ തുറന്നു പറയുന്നത് കുറേയധികം ആരോപണങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ദുബായിൽ പോയി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ഉള്ളത്. ഞാൻ അവിടെ ചെന്ന് ഒന്നും ചെയ്തിട്ടില്ല. എന്നെ അവിടെ ചെന്നിട്ട് ഇത് കണക്കൊരു പ്രോഗ്രാമുണ്ട്, ഇനാഗ്രേഷനൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ അവിടെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് തനിക്ക് പറ്റിയ ചതി മനസ്സിലായി. തന്നെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അതുപോലെ തന്നെ വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പല മാഫിയയുടെ കയ്യിൽ പെടുത്താനൊക്കെ താൻ ഫ്രണ്ടെന്ന് വിചാരിച്ച ഒരാൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റ് ചിലർ ഈ ഒരു സജിനയ്ക്കെതിരെ ആരോപണങ്ങളായിട്ട് വന്നിട്ടുള്ളത്, സജിന ഈ പറയുന്നതൊക്കെ കള്ളമാണ്, സജിന ഇവരുമായിട്ടൊക്കെ വളരെ നല്ലൊരു ബന്ധമാണ്, ഇവർ ഇഷ്ടപ്രകാരമാണ് എന്നൊക്കെയുള്ള രീതിയിൽ അവർ കുറേയധികം വീഡിയോസായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു സജിന പറഞ്ഞത് തന്നെ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതിനും തെളിവും കാര്യങ്ങളൊന്നും സജിന പുറത്ത് വിട്ടിട്ടില്ല. എന്തായാലും ഈ ഒരു സമയത്ത് ഈ ഒരു സജിന ഇത് കണക്ക് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറേയധികം പേര് സജിന പറയുന്നതിലും കാര്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു രേണുവിൻ്റെ ഇപ്പോഴത്തെ ഈ റൂഹി വന്നിട്ട് രേണു ഇതേ കണക്ക് അവിടുത്തെ മാഫിയായിട്ട് ബന്ധമുണ്ട്, അവരുടെ ക്യാരിയറായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ക്യാൻസർ വന്നത് കൊണ്ട് ഇതേ കണക്ക് മാറി നിൽക്കുന്നു, ഇല്ലായിരുന്നെങ്കിൽ കുറേയധികം വലിയ പ്രശ്നത്തിലേക്കൊക്കെ പോകും എന്നുള്ള രീതിയിലാണ് റൂഹി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു രേണുവിൻ്റെ കാര്യം എടുത്താൽ പോലും കുറച്ച് നാളുകളായിട്ട് രേണുവിനെതിരെയും കുറേയധികം വാർത്തകൾ ഇതേ കണക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് രേണു ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഇനാഗ്രേഷനൊക്കെ പോകുന്ന കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. ദുബായിൽ പോകുന്നുണ്ട്, അവിടെ ഏതൊക്കെയോ ബാർ ഉദ്ഘാടനം ചെയ്തു, അതിൻ്റെ ആ ഒരു സമയത്ത് ബാറിൽ എന്തോ ഡാൻസ് കളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിനെതിരെ കുറേയധികം നെഗറ്റീവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണോ പോയി കാണിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് രേണു ഉണ്ടെങ്കിൽ ഞാൻ ഇനാഗ്രേഷന് പോയ സമയത്ത് ഇതേ കണക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. ഇത് ഭയങ്കര മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇത് കണക്ക് ദുബായിലും അവിടെയൊക്കെ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രേണുവിനെതിരെ ഉണ്ടെങ്കിൽ കുറേയധികം പേര് വീഡിയോസായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ള ഏതോ വലിയ ലഹരി മാഫിയയുടെ കയ്യിൽ രേണു നല്ല ബന്ധമുണ്ട്, ഇത് കണക്ക് അവർക്ക് വേണ്ടി ക്യാരിയറായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ആ സമയത്ത് രേണു ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ നാട്ടിലേക്ക് വന്നപ്പം കുറച്ച് സോപ്പും കുറച്ച് എൻ്റെ തുണിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ, അല്ലേ നിങ്ങളൊക്കെ പറയുന്ന കണക്ക് പല ബിസ്ക്കറ്റും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ചില പേരുണ്ടെങ്കിൽ ഇതേ കണക്ക് തനിക്കെതിരെ ആരോപണങ്ങളൊക്കെ വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ബാഗൊക്കെ വന്ന് പരിശോധിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രേണു ഉണ്ടെങ്കിൽ അതിന് മറുപടിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നിട്ട് പോലും രേണുവിനെതിരെ ആ ഒരു ആരോപണം ആ സമയത്ത് നിന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം. പക്ഷേ ആ ഒരു കാര്യങ്ങൾ അതേ കണക്കങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു റൂഹി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി ഇതിനൊക്കെ വന്ന് സംസാരിക്കുമ്പം കുറേയധികം പേര് ഇത് പിന്നെയും സത്യമാണെന്നൊക്കെ വിശ്വസിക്കാം. പക്ഷേ തെളിവുകളില്ലാതെയാണ് റൂഹി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒട്ടും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പം ഈ ഒരു രേണുവിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അവർ ക്യാൻസർ ബാധിച്ചിപ്പം 3rd സ്റ്റേജാണ്. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ശരീരവേദനയും അവരവസ്ഥയൊക്കെ നമുക്ക് വീഡിയോസിൽ ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഇൻസ്റ്റയിലൊക്കെ പോലും ഓരോ സ്റ്റോറി ഇടുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഭയങ്കരമായിട്ട് ശരീരമൊക്കെ വീക്കായിട്ട് നിൽക്കുകയാണ്, അതവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് കുറേയധികം പേര് നെഗറ്റീവായിട്ട് കമൻസും കാര്യങ്ങളും ഇടുന്നത്. അവരൊരു സ്റ്റോറി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേയധികം പേര് നെഗറ്റീവായിട്ട് കമൻസ് ഇടുന്നുണ്ട്. നിങ്ങളുണ്ടെങ്കിൽ കള്ളം പറയുകയാണ്, എന്താണ് ഇങ്ങനെയൊക്കെ, കയ്യിൽ കഴിഞ്ഞ ദിവസം ഒരു കുത്തി വെക്കുന്നതൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെ വന്ന്, നിങ്ങൾ അഭിനയിക്കല്ലേ എന്നുള്ളൊരു കാര്യം. പിന്നെ കിച്ചുവിൻ്റെ പേര്, മൂത്ത മോനോട്ടായിട്ടുള്ള കിച്ചുവിൻ്റെ പേര് അവൻ പറഞ്ഞത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവരെ ചത്ത് അങ്ങനെയൊക്കെ കുറേയധികം വാക്കും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മറുപടിയായിട്ട് രേണു സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പറയേണ്ടതൊക്കെ പറയാം, പക്ഷേ നിങ്ങളുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എങ്ങനെ തോന്നുന്നു എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആ ഒരു കമൻ്റൊക്കെ ഈ ഒരു രേണു അല്ലെങ്കിൽ ഒരു റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും രേണുവിന് അതേ കണക്ക് മറുപടിയൊക്കെ അയക്കാനുണ്ടായ കാരണം ഈ ഒരു മോനുമായിട്ടുള്ള ഇഷ്യൂ ആണ്. കുറേയധികം പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ക്യാൻസറാണ് എന്ന് രേണുവിന് അറിഞ്ഞതിന് ശേഷം രേണുവിനെ ഉണ്ടെങ്കിൽ മൂത്ത മോനായിട്ടുള്ള കിച്ചു കാണാനൊന്നും വന്നിട്ടില്ലായിരുന്നു. അതിന് കുറേയധികം പേര് കിച്ചുവിനെതിരെ നെഗറ്റീവായിട്ട് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് പോയി കാണുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട്
നെഗറ്റീവ് കമൻസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അതിനാദ്യമേ ഒന്നും ഈ ഒരു കിച്ചു റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അതിനുശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കിച്ചു. ആ ഒരു വീഡിയോയ്ക്കകത്ത് താനുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോയി കാണുന്നില്ല എന്നുള്ളതിന് മെയിനായിട്ടുള്ള ഒരു കാര്യം, ഇതേ കണക്ക് രേണു സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഇതൊന്നും ചെയ്യരുത്, ഇളയ കുട്ടിയായിട്ടുള്ള ഋതപ്പിനെ ഓർത്തെങ്കിൽ ഇതൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് രേണു അതിന് മറുപടിയായിട്ട് ഞാനങ്ങനെ മോശമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇതേ കണക്ക് തനിക്ക് മറുപടി അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ആ സമയത്ത് ഈ ഒരു രേണുവിടെ സബ്സ്ക്രിപ്ഷൻ ഭയങ്കര ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തിരുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് താൻ അങ്ങോട്ട് പോകാത്തത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് മറുപടിയായിട്ട് രേണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കിച്ചുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇത് കണക്ക് തുടങ്ങി ഇത്രയും പേരായി എന്ന് പറഞ്ഞ്. ആ സമയത്ത് കൺഗ്രാറ്റ്സ് പറഞ്ഞു എന്നുള്ളത്. അതുപോലെ തന്നെ എത്ര രൂപയാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ചോദിച്ച സമയത്ത് 130 സംതിങ് ആണ് എന്ന് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ തനിക്ക് 130 രൂപ തരൂ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചാറ്റും കാര്യങ്ങളും ഈ ഒരു രേണു തന്നെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറേയധികം പേര് കിച്ചുവിനെതിരെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഇതിങ്ങനെ വെയ്യാതിരിക്കുന്ന സമയത്ത് പോലും രേണുവിനെതിരെ നെഗറ്റീവായിട്ട് കമൻസ് ഇടുന്നുണ്ടായിരുന്ന ആൾക്കാർ. കാരണം എന്ന് പറഞ്ഞാൽ കിച്ചു പറഞ്ഞത് സത്യമാണ്, നീ ഉണ്ടെങ്കിൽ അവൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പറഞ്ഞതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുത്തിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അവൻ കള്ളങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രേണുവിനെതിരെ നെഗറ്റീവായിട്ട് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. എനിക്ക് അത് കണ്ടപ്പോഴൊക്കെ തോന്നിയൊരു കാര്യം, ഈ സമയത്ത് അവർക്ക് തീരെ വയ്യാതിരിക്കുകയാണ്, ആരും ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞാൽ ഇവരെ ഈ ഒരു ആരോഗ്യസ്ഥിതി കാരണം കൊണ്ടാണ്. എന്നിട്ട് പോലും ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ കമൻസ് ഇടുക, അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഇവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞ് ആ ഒരു ഇളയ കുട്ടിയും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ ഓർത്തെങ്കിലും ഇവർക്കെതിരെ ഇതേ കണക്ക് വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത്, ഈ ഒരു കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.